ചെടിച്ചട്ടികളിൽ നിന്നിരുന്ന ചെടികളിൽ കുറേ കമ്പുകൾ ഇലയെല്ലാം കൊഴിഞ്ഞു പോയിരുന്നു. അതെല്ലാം ഞാനെടുത്ത് ഇതുപോലെ മുളപ്പിച്ചതാണ് ഈ കാണുന്നത്. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒത്തിരി കമ്പുകൾ എങ്ങനെ ഒന്നിച്ച് നമുക്ക് ഒരു ബോക്സിൽ പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ അടിവശത്ത് ചിരട്ട വച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം ഒട്ടും ഇതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയില്ല. ചിരട്ടയിൽ വെള്ളം വീഴുമ്പോൾ ഒലിച്ച് താഴെ പോയിക്കോളും. ഓരോ തണ്ടും ഇതുപോലെ ചകിരി ചുറ്റി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ട്രീറ്റ് ചെയ്ത ചകിരി ആയതുകൊണ്ട് വേറെ ഈ ചെടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് കരിക്കഷ്ണങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓരോ തണ്ടുകളും നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാം നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നട്ടു വെച്ചിട്ട് 1 മാസത്തോളമായി. എല്ലാത്തിലും തൈകൾ, നല്ല ആരോഗ്യമുള്ള തൈകളെല്ലാം മുളച്ചു വന്നിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് വേറെ ചട്ടികളിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചട്ടികളിൽ നിൽക്കുന്ന ഇല കൊഴിഞ്ഞു പോയ കമ്പുകൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ അത് മുറിച്ചെടുക്കരുത്. അതിൻ്റെ 2 വേരോടുകൂടി തന്നെ നമ്മൾ എടുക്കണം. പക്ഷേ നമുക്ക് നന്നായി നിൽക്കുന്ന ആ കമ്പുമായിട്ട് ബന്ധപ്പെട്ട കമ്പ് എടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി ഞാൻ ചെയ്തത് കറ്റാർ വാഴയുടെ ഇല ജ്യൂസ് അടിച്ച് ഇതിന് മുളപ്പിക്കാൻ വേണ്ടി നമ്മൾ അതാണ് ഒഴിച്ചു കൊടുത്തത്. കറ്റാർ വാഴ നമുക്കറിയാം, അതിൽ റൂട്ടിംഗ് ഹോർമോൺ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ മുളക്കാൻ സാധ്യതയുണ്ട്. ഇട്ടതും അതുപോലെ തന്നെ ഗ്രീൻ കെയറും സാഫും നമ്മളിതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ തൈകൾ ചിരട്ടയുടെ മുകളിൽ എങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയെല്ലാം നിങ്ങൾ കണ്ടു നോക്കൂ. നമുക്ക് ഓർക്കിഡ് വളർത്തുന്നത് വളരെ എളുപ്പമായി തീരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചകിരി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചിരുന്നു. എൻ്റെ വീഡിയോകളിൽ പല സ്ഥലങ്ങളിലും ട്രീറ്റ് ചെയ്ത ചകിരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ട്രീറ്റ് ചെയ്ത ചകിരി കൊണ്ട് നമ്മൾ ചെടികൾ നടുമ്പോൾ വളരെ നന്നായിട്ട് വളർന്നു വരാറുണ്ട്. നമുക്ക് ചകിരിയും തൊണ്ട് കഷ്ണങ്ങളും അതുപോലെ തന്നെ ചകിരിച്ചോറും നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഒരു തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെയും വിലയേറിയ കമൻറ്റുകളും ലൈക്കും സബ്സ്ക്രൈബ് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും ലൈക്കും സബ്സ്ക്രൈബും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.